നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരള ബാങ്കിന്റെ റേറ്റിംഗിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ലെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയെ അറിയിച്ചു. നബാർഡാണ് കേരള ബാങ്കിന്റെ റേറ്റിംഗിൽ മാറ്റം വരുത്തിയത്. 2022-23 നബാർഡിന്റെ വാർഷിക പരിശോധനയുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിക്രമം മാത്രമാണിത്. ഈ റേറ്റിംഗ് വ്യത്യാസം വ്യക്തിഗത വായ്പകളെ മാത്രമേ ബാധിക്കൂ. നിലവിൽ ഇത്തരം വായ്പകൾ ആകെ വായ്പയുടെ 3% മാത്രമാണ്. നബാർഡിന്റെ റേറ്റിംഗ് മാറ്റം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും ഇതര സംഘങ്ങൾക്കും വായ്പ നൽകുന്നതിന് തടസ്സമല്ല. സംഘങ്ങൾക്ക് നൽകുന്ന കാർഷിക വായ്പ, സംഘാംഗങ്ങൾക്കുള്ള മറ്റു വായ്പ, പ്രാഥമിക കാർഷിക വായ്പ, സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന വായ്പ, സംഘങ്ങൾക്കുള്ള ഓവർഡ്രാഫ്റ്റ് വായ്പ, വ്യക്തികൾക്കുള്ള വേതന വായ്പ, ഭവന വായ്പ തുടങ്ങിയവ റേറ്റിംഗ് മാറ്റിയത് ബാധിക്കില്ല. ചെറുകിട സംരംഭ വായ്പയ്ക്ക് നിലവിലെ തോതിൽ വായ്പ നൽകാനും തടസ്സമില്ല. കേരള ബാങ്ക് കഴിഞ്ഞ വർഷം 209 കോടി രൂപ ലാഭം നേടി. ബാങ്ക് രൂപീകരിച്ച ശേഷമുള്ള കൂടിയ ലാഭമാണിത്. കാർഷിക വായ്പ മൊത്തം വായ്പകളുടെ 30% വർദ്ധിപ്പിക്കും. മൊത്തം വായ്പകളിൽ 6000 കോടിയുടെ വർധന ലക്ഷ്യമിടുന്നു. നബാർഡ് ചൂണ്ടിക്കാണിച്ച ന്യൂനത പരിഹരിച്ച് റേറ്റിംഗ് മെച്ചപ്പെടുത്താൻ ശ്രമം നടത്തുകയാണെന്നും വി.ഡി. സതീശന്റെ സബ്മിഷന് മന്ത്രി ജനകീയ ബാങ്ക്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് 3 വർഷം. എന്നിട്ടും തട്ടിപ്പിലൂടെ 100 കോടിയിലേറെ കൈക്കലാക്കിയ 111 പേർ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. വ്യാജ മേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു തട്ടിപ്പ്. സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇതിനു പുറമെ ബാങ്കിൽ നിന്നും വായ്പയെടുത്തതായും കണ്ടെത്തി. നോട്ടീസ് അയച്ച 25 പേർക്ക് വായ്പയുമായി ബന്ധമില്ലെന്ന തെളിവും ലഭിച്ചിട്ടുണ്ട്. ഇതോടെ വ്യാജരേഖകളിലൂടെയുള്ള തട്ടിപ്പ് നടത്തിയത് 136 വ്യക്തികളുടെ പേരിലാണെന്നും കണ്ടെത്തി. വ്യാജ മേൽവിലാസം നൽകി വായ്പയെടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല. കുറി, ദീർഘകാല വായ്പ, സാധാരണ വായ്പ, വ്യക്തിഗത വായ്പ, ഓവർഡ്രാഫ്റ്റ്, ഹയർ പർച്ചേസ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് തട്ടിപ്പ് നടന്നത്. ഇവയ്ക്കൊന്നും വ്യക്തമായ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ കൃത്യമായ ഈടോ നൽകിയിരുന്നില്ല. പലതവണ നേരിട്ടും കത്ത് മുഖേനയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും 111 പേർ ആരാണെന്ന് കണ്ടെത്താനായില്ലെന്നാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത്. അംഗത്വ അപേക്ഷയിൽ പ്രസിഡന്റിന്റെ ഒപ്പ്, ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ്, തിരിച്ചറിയൽ രേഖ, ഈട് നൽകുന്ന വസ്തു വിവരം, രേഖ, തീയതി എന്നിവകളൊന്നുമില്ലാതെയാണ് വായ്പകളെല്ലാം അനുവദിച്ചതെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി. ഈ തട്ടിപ്പുകളിലെല്ലാം സാക്ഷിയായി ഒപ്പിട്ടത് ബാങ്ക് മാനേജറായിരുന്ന ബിജു കരീമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഇ.ഡി. അന്വേഷിക്കുന്ന കേസിൽ മാപ്പുസാക്ഷിയാണ് ബിജു കരീം. വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് CPM വല്ലപ്പുഴ ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവുമായ കെ. അബ്ദുൽ നാസറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ചെർപ്പുളശ്ശേരി സഹകരണ അർബൻ ബാങ്ക് ഡയറക്ടറായിരിക്കെ ബിനാമി വായ്പ വാങ്ങിയെന്ന ആരോപണത്തിൽ പാർട്ടി അന്വേഷണത്തെ തുടർന്നാണ് നടപടി.
ബാങ്ക് ഡയറക്ടറായിരിക്കെ കെ അബ്ദുൾ നാസർ മറ്റുള്ളവരുടെ പേരിൽ 1.5 കോടി രൂപയുടെ വായ്പ വാങ്ങിയെന്നായിരുന്നു ആരോപണം. പാർട്ടി നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഞായറാഴ്ച ചേർന്ന ഏരിയ കമ്മിറ്റി യോഗം ഐകകണ്ഠേനയാണ് തീരുമാനം അംഗീകരിച്ചത്. ആരോപണങ്ങളെ തുടർന്ന് അബ്ദുൾ നാസറിനെ നേരത്തെ തന്നെ ബാങ്ക് ഡയറക്ടർ ബോർഡിൽ നിന്നും നീക്കിയിരുന്നു. സംഭവത്തിൽ ബാങ്ക് മാനേജർ PM ആനന്ദവല്ലിയെ ഭരണസമിതി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ സാന്നിധ്യത്തിലാണ് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നെന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് 3 വർഷം. എന്നിട്ടും തട്ടിപ്പിലൂടെ 100 കോടിയിലേറെ കൈക്കലാക്കിയ 111 പേർ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. വ്യാജ മേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു തട്ടിപ്പ്. സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഇതിനു പുറമെ ബാങ്കിൽ നിന്നും വായ്പയെടുത്തതായും കണ്ടെത്തി. നോട്ടീസ് അയച്ച 25 പേർക്ക് വായ്പയുമായി ബന്ധമില്ലെന്ന തെളിവും ലഭിച്ചിട്ടുണ്ട്. ഇതോടെ വ്യാജരേഖകളിലൂടെയുള്ള തട്ടിപ്പ് നടത്തിയത് 136 വ്യക്തികളുടെ പേരിലാണെന്നും കണ്ടെത്തി. വ്യാജ മേൽവിലാസം നൽകി വായ്പയെടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല. കുറി, ദീർഘകാല വായ്പ, സാധാരണ വായ്പ, വ്യക്തിഗത വായ്പ, ഓവർഡ്രാഫ്റ്റ്, ഹയർ പർച്ചേസ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് തട്ടിപ്പ് നടന്നത്. ഇവയ്ക്കൊന്നും വ്യക്തമായ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ കൃത്യമായ ഈടോ നൽകിയിരുന്നില്ല. പലതവണ നേരിട്ടും കത്തുമുഖേനയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും 111 പേർ ആരാണെന്ന് കണ്ടെത്താനായില്ലെന്നാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത്. അംഗത്വ അപേക്ഷയിൽ പ്രസിഡന്റിന്റെ ഒപ്പ്, ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ്, തിരിച്ചറിയൽ രേഖ, ഈട് നൽകുന്ന വസ്തു വിവരം, രേഖ, തീയതി എന്നിവകളൊന്നുമില്ലാതെയാണ് വായ്പകളെല്ലാം അനുവദിച്ചതെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി. ഈ തട്ടിപ്പുകളിലെല്ലാം സാക്ഷിയായി ഒപ്പിട്ടത് ബാങ്ക് മാനേജറായിരുന്ന ബിജു കരീമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ED അന്വേഷിക്കുന്ന കേസിൽ മാപ്പുസാക്ഷിയാണ് ബിജു കരീം. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ സ്ഥാനക്കയറ്റ പ്രശ്നത്തിൽ തീർപ്പുമായി സർക്കാർ. സംഘങ്ങളുടെ ക്ലാസ് അനുസരിച്ച് നിയമന രീതി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ ക്ലാർക്ക് തസ്തികയിലേക്ക് ആദ്യം വരുന്ന ഒഴിവ് യോഗ്യതയുള്ള സബ് സ്റ്റാഫിനാണ്. പിന്നീടുള്ള 4 എണ്ണം സഹകരണ പരീക്ഷാ ബോർഡ് തയ്യാറാക്കിയ പട്ടികയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും നൽകണം. ഈ രീതി ഇനി എല്ലാ സംഘങ്ങൾക്കും ഒരുപോലെയാകില്ല. വലിയ സംഘങ്ങളിൽ 1:4 അനുപാതം തുടർന്നേക്കും. അതിന് താഴെയുള്ളവയിൽ 1:4 അനുപാതം നോക്കാതെ സബ് സ്റ്റാഫിൽ നിന്നും സ്ഥാനക്കയറ്റം നൽകി നികത്താം. അവർക്ക് ബോർഡിന്റെ പട്ടിക കാക്കേണ്ടി വരില്ല. നിലവിലെ 1:4 അനുപാതം 2013 155/10 ഭേദഗതി പ്രകാരം വന്നതാണ്. ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ അടക്കം ആവശ്യപ്പെടുന്നത്. പരീക്ഷാ ബോർഡ് വഴി വരുന്ന ജീവനക്കാർ സ്ഥിരമായി തുടരാൻ താൽപ്പര്യമില്ലാത്തവരാണ്. പ്രാദേശികമായ നിക്ഷേപ സമാഹരണത്തിലും മറ്റും കാര്യമായ പിന്തുണ നൽകുന്നില്ല. മറ്റ് ജോലി കിട്ടിയാൽ ഉടൻ പോകുന്നു. ഈ ഒഴിവ് നികത്താൻ പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കണം തുടങ്ങിയ പരാതികളാണ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത്തരം വാദങ്ങൾ പട്ടിക അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് ആരോപിച്ച് ഉദ്യോഗാർത്ഥികളും രംഗത്ത് വന്നു. 1:4 അനുപാതം തെറ്റിച്ചെന്നാരോപിച്ച് അവർ വിജിലൻസിനെയും സമീപിച്ചു. സംഘങ്ങളിലെ നിയമന വിവരം വിജിലൻസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിലാണ് സർക്കാരും അനുപാതവും സ്ഥാനക്കയറ്റ രീതിയും മാറുന്നത്. ജീവനക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ മാറ്റമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സഹകരണ വകുപ്പ് അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് 2022-23 വർഷത്തെ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് ജില്ലാ തലത്തിൽ ഏർപ്പെടുത്തിയ അവാർഡിന് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് അർഹമായി. അവാർഡ് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവനിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് MM തോമസ് മേൽവട്ടം, ഭരണസമിതി അംഗങ്ങൾ, ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. സ്വന്തമായ കെട്ടിടങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടെ എയർ കണ്ടീഷൻ ചെയ്ത 5 ശാഖകളും 18,000 അംഗങ്ങളും 1.67 കോടി രൂപ ഓഹരി മൂലധനവും 183 കോടി രൂപ നിക്ഷേപവും 117 കോടി രൂപ വായ്പയും 210 കോടി രൂപ പ്രവർത്തന മൂലധനവും ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ A സർട്ടിഫിക്കേഷനിൽപ്പെട്ടതും തുടർച്ചയായി അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം നൽകുന്നതുമായ 69 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ISO സർട്ടിഫൈഡ് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക്. വർഷം വരെയുള്ള 4 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് അവാർഡിന് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 30ഓളം മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ അവാർഡിന് ബാങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡിൽപ്പെട്ട ബാങ്കാണ്. ഏതാണ്ട് 1,183 കോടി രൂപ നിക്ഷേപവും 117 കോടി രൂപ വായ്പയും 210 കോടി രൂപയുടെ പ്രവർത്തന മൂലധനവും ഉള്ള ബാങ്കാണ്. തുടർച്ചയായി അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം നൽകുന്ന ബാങ്കാണ്.
നിരവധി സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അനുമോദന സമ്മേളനം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഡയറക്ടർ രാധാകൃഷ്ണൻ T സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് M. ആനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി രാധാദേവി VK റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രദീപ് ഹുഡിനോ മാജിക് അവതരിപ്പിച്ചു. T. മുരളീധരൻ നന്ദിയും പറഞ്ഞു. നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ നടത്തി. ബാങ്ക് ഹാളിൽ നടന്ന മെറിറ്റ് ഡേ പ്രോഗ്രാമിൽ 232 പ്രതിഭകളെ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് TM ജോൺ അധ്യക്ഷത വഹിച്ച യോഗം ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ MM മണി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ മികവ് പുലർത്തിയ കലാകായിക താരങ്ങളെയും SSLC +2 എന്നീ മേഖലകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ഈ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ വ്യാപാരി വ്യവസായി മേഖലകളിലെ പ്രമുഖരും സാംസ്കാരിക അക്കാദമിക് രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ M. രാമനുണ്ണി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലേഖ ത്യാഗരാജൻ, സഹകരണ പെൻഷൻ ബോർഡ് അംഗം ശ്രീ M. സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി വനജ സജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ഷിഹാബ് ഇട്ടിക്കൽ, ശ്രീ MS മഹേശ്വരൻ തുടങ്ങിയവരും നെടുങ്കണ്ടം AEO ശ്രീ സുരേഷ് കുമാർ K. കട്ടപ്പന, AEO ശ്രീ യശോധരൻ നെടുങ്കണ്ടം, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുരേഷ് പള്ളിയാടിയിൽ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് വ്യാപാരി, വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് ആലുമൂട്ടിൽ, ശ്രീ PS വിജയൻ, ശ്രീ P സുധീഷ് കുമാർ എന്നിവരും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട 100 കണക്കിന് സഹകാരികൾ, വിദ്യാർത്ഥി പ്രതിഭകൾ, ബഹുജനങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. യോഗത്തിൽ 2000-ൽ പരം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച 5ാം ക്ലാസ്സുകാരി കുമാരി ആദിശ്രീയെ ആദരിച്ചു. യോഗത്തിൽ ബാങ്ക് സെക്രട്ടറി ശ്രീ R. വത്സലൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിൽ വച്ച് ബാങ്കിന്റെ ജനപ്രിയ നിക്ഷേപ പദ്ധതിയായ സൗഭാഗ്യ നിക്ഷേപ പദ്ധതിയുടെ 17ാമത് എഡിഷൻ നറുക്കെടുപ്പ് നടന്നു.